ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ 2026 പ്രിപ്പറേഷൻ പാർട്ട് 2 ആണ് കാണിക്കുന്നത്. പാർട്ട് 1 ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. എന്നാലേ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോ മനസ്സിലാകുള്ളൂ. ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാകാറുള്ള പാറ്റേൺ പേപ്പേഴ്സ്, സ്റ്റിക്കേഴ്സ് അതുപോലത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. അതെല്ലാം ഞാനൊന്ന് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ മോസ്റ്റായിട്ട് യൂസ് ചെയ്യുന്ന കുറേ ഐറ്റംസ് എൻ്റെ കയ്യിൽ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തു പോയ ടൈമിൽ എനിക്ക് വേണ്ട കുറേ സ്റ്റിക്കേഴ്സ്, ഇത്തവണ ഞാൻ സ്റ്റിക്കർ ഷീറ്റിലാണ് പ്രിൻ്റ് എടുത്തത്, A3 സൈസിൽ. അപ്പോൾ സ്റ്റിക്കർ ഷീറ്റിൽ കുറച്ച് സ്റ്റിക്കേഴ്സ് പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് പാറ്റേൺ പേപ്പേഴ്സ്. പിന്നെ ഞാൻ എൻ്റെ ഡെസ്കിൽ ഒരു ഏസൽ സ്റ്റാൻഡിൽ ഒരു പിക്ചർ ജസ്റ്റ് ഇങ്ങനെ വെക്കാറുണ്ട് ഫോർ ഒരു ഡെക്കറേഷൻ പർപ്പസ്. അപ്പോൾ അതിലേക്ക് ഞാൻ 2-3 ഓപ്ഷൻസ് ആ ഒരു പിക്ചേഴ്സ് പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഡെസ്കിലേക്ക് ഒരു ഫ്രെയിം ചെയ്യാനുണ്ടായിരുന്നു. ഓൾറെഡി അതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. സോ അങ്ങനത്തെ കുറച്ച് പിക്ചേഴ്സും സംഭവങ്ങളെല്ലാം ഞാൻ A3 സൈസിൽ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ചെയ്യാനുള്ള പ്രോസസ്സ് ഇതെല്ലാം കട്ട് ചെയ്ത് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. നമുക്ക് പാറ്റേൺ പേപ്പേഴ്സ് എല്ലാം കട്ട് ചെയ്യണം, സ്റ്റിക്കേഴ്സ് എല്ലാം കട്ട് ചെയ്യണം. സോ ഞാൻ പ്രിൻ്റ് എടുത്ത് വന്ന ടൈമിൽ തന്നെ അതെല്ലാം കട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ 2 ദിവസമായിട്ടാണ് ആക്ച്വലി ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത്. ഈ പ്രിൻ്റ് ഔട്ട്സ് എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തു പോയ ദിവസം തിരിച്ച് വന്നിട്ട് വൈകിട്ട് തന്നെ ഞാൻ ഈ ഒരു കട്ടിങ്ങിൻ്റെ ക്ലിപ്പെല്ലാം ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളത് ഞാൻ ഓൾമോസ്റ്റ് ഒരു 1 to 2 വീക്സ് കഴിഞ്ഞിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ആക്ച്വലി ഫുൾ പ്ലാനിങ് ഒക്കെ ചെയ്തിട്ടാണ് അതിലേക്ക് വേണ്ട പിക്ചേഴ്സും സ്റ്റിക്കേഴ്സ് എല്ലാം പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഓരോ പ്രിൻ്റ് ഔട്ട്സും എനിക്ക് യൂട്യൂബ് പ്ലാനറിലേക്കും അതുപോലെ എൻ്റെ ബാക്കിയുള്ള ബുക്സൊക്കെ ഡെക്കറേഷൻ ചെയ്യാനും കവർ പേജ് സെറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ ഓരോ പ്രിൻസും എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ചെക്കിൻ്റെ പാറ്റേൺ എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാകാറുള്ള ഒരു സംഭവമാണ്. കൂടുതൽ എസ്തെറ്റിക് ആയിട്ടുള്ള വർക്ക്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത്തവണ കുറച്ചധികം കളേഴ്സ് ഞാൻ പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു കട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു മെഷീൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ ഇത് ഞാൻ ഏകദേശം ഒരു 2 വർഷത്തോളമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അറൗണ്ട് ഒരു 600-700 റുപ്പീസിന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്ത പ്രോഡക്റ്റാണ്. എനിക്ക് ഈ ക്രാഫ്റ്റിൻ്റെ വർക്കൊക്കെ ചെയ്യുന്ന ടൈമിൽ അത്യാവശ്യം നല്ലോണം ഇൻവിറ്റേഷൻ കാർഡ്സിനുള്ള ഓർഡേഴ്സൊക്കെ കിട്ടാറുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ എൻ്റെ വർക്ക് ലോഡ് ഏറ്റവും ഈസി ആക്കിയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇതിന് ഇതുവരെ ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. നമുക്ക് ഇങ്ങനത്തെ കട്ട് ചെയ്യാനൊക്കെ ഉള്ള വർക്ക്സൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് നമ്മളുടെ അധികം സമയമൊന്നും കളയാതെ എല്ലാം കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ പേപ്പേഴ്സും സ്റ്റിക്കേഴ്സൊക്കെ കട്ട് ചെയ്യുന്ന വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആക്ച്വലി എൻ്റെ യൂട്യൂബ് പ്ലാനർ, അതുപോലെ ഡെസ്കിലേക്കുള്ള ഒരു മിനി ഫ്രെയിം, അങ്ങനത്തെ കുറച്ച് വർക്ക്സിൻ്റെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തത്. സോ അതെല്ലാം ഓൾറെഡി ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. പാർട്ട് 2 എനിക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാനുള്ളതുകൊണ്ടാണ് ഈ ഒരു പ്രിപ്പിംഗ് വീഡിയോ കുറച്ച് ഡിലേ ആയത്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച എൻ്റെ ന്യൂ ജേർണൽസും നോട്ട്ബുക്സിനൊക്കെ കുറിച്ചിട്ട് ഷോർട്സിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഡിവൈഡ് ചെയ്താണ് ആ ഒരു നോട്ട്ബുക്സ് പർച്ചേസ് ചെയ്തതെന്ന്. അപ്പോൾ നമ്മളിത് ഓർഡർ ചെയ്ത സമയത്ത് ആളുടെ അഡ്രസ്സിലേക്കാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് കൊറിയർ എത്തിയത്. എനിക്ക് അവിടെ നിന്ന് എക്സ്ട്രാ കുറച്ച് പ്രൊഡക്ട്സും കൂടി എൻ്റെ അഡ്രസ്സിലേക്ക് അയക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്കാണ് അത് ഡെലിവറി ചെയ്തത്. അതും എൻ്റെ കയ്യിൽ കിട്ടാൻ ചെറിയൊരു ഡിലേ വന്നു. അപ്പോൾ എൻ്റെ ഈ വീഡിയോസിൽ പറയുന്ന ഈ ഒരു ഫ്രണ്ടിനെ കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ ഒരു പ്രതീക്ഷയിൽ ആളെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇൻസ്റ്റഗ്രാം ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഐ തിങ്ക് ആളെ അറിയാൻ പറ്റും. കാരണം ആൾ കുറച്ച് ഫേമസ് ഒക്കെയാണ്. ആളൊരു ഇൻഫ്ലുവൻസറാണ് ആൻഡ് ഒരു ക്ലോത്തിങ് ബ്രാൻഡ് റൺ ചെയ്യുന്നുണ്ട്. ആളുടെ ക്ലോത്തിങ് ബ്രാൻഡിൽ നിന്നാണ് എനിക്ക് അന്ന് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഡെനിമിൻ്റെ ഗൗണ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിലാണ് എനിക്ക് ആ ഒരു ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നതെന്ന്. പക്ഷെ അതങ്ങനെയല്ല. അതിൻ്റെ പുറകിൽ വേറൊരു വലിയ കഥയുണ്ട്. അതെന്തായാലും ഇപ്പോൾ ഞാൻ ഷെയർ ചെയ്യില്ല. പക്ഷേ ഫ്യൂച്ചറിൽ ഇൻഷാ അള്ളാ പറയണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിഷയത്തിൽ നിന്ന് ചെറുതായിട്ട് തന്നെ മാറി. എന്തായാലും ആളുടെ പേര് ഞാൻ പറയാം. ആളുടെ പേര് അനീസ നൂറി എന്നാണ്. ആൾ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറാണ്. ഒരുപാട് പേർക്ക് എന്തായാലും അറിയുന്നുണ്ടാകും. അറിയാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇൻസ്റ്റയിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിനെവിടെയോ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്ന്. ഈ ഒരു 2026 പ്രിപ്പിംഗ് വീഡിയോയിൽ തന്നെ ഞാൻ ആളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള വേറൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന സംഭവമാണ് ഇതുപോലത്തെ ഈ ഒരു കാറ്റഗറി. അതായത് എൻ്റെ ആ ഒരു വേവ് ലെങ്ത്ത് മാച്ച് ആയിട്ടുള്ള ഒരാളെ എനിക്ക് ഇപ്പോഴാണ് ശരിക്കും കിട്ടിയത്.
ഇതുപോലെ വിഷൻ ബോർഡ് ഉണ്ടാക്കണം, അതുപോലെ ക്രിയേറ്റീവായിട്ടുള്ള സംഭവങ്ങൾ ചെയ്യാൻ, പ്ലാനേഴ്സ് അല്ലെങ്കിൽ ജേർണലിങ്, പ്രിപ്പറേഷൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ആൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഫുൾ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്തത്. സംസാരിച്ച് ആലോചിച്ച് നമുക്ക് ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലാൻസ് ഒക്കെ ഷെയർ ചെയ്തു. എന്നിട്ട് നമ്മൾ ഇത് നമുക്ക് വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരേപോലെ നമ്മൾ ഈ ഒരു 2026 ഓൾമോസ്റ്റ് ഒരുമിച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ കാര്യവും ഒരേപോലെ കോപ്പി ചെയ്ത് അങ്ങനെയല്ല ചെയ്യുന്നത്. രണ്ടുപേർക്കും രണ്ടുപേരുടേതായ സ്റ്റൈൽസ് കാര്യങ്ങളുണ്ട്. എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഒരുമിച്ച് ഡിസൈഡ് ചെയ്തത്. രണ്ടുപേരുടെ പ്ലാൻസും ഗോൾസും എല്ലാം ഡിഫറെൻ്റ് ആണ്. സോ അതെന്തായാലും ഒന്ന് മൈൻഡിൽ വെച്ചേക്കുക. എല്ലാ വർഷവും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയ്യാറുള്ള കാര്യം വിഷൻ ബോർഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. സോ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ലെറ്റർ എഴുതാൻ പോവാണ്. അതായത് നമ്മളുടെ ഫ്യൂച്ചർ സെൽഫിന് വേണ്ടിയിട്ടുള്ള ലെറ്ററാണ് നമ്മൾ ഇപ്പോഴെഴുതാൻ പോകുന്നത്. അപ്പോൾ എ ലെറ്റർ ഫോർ 2027 ആണ് നമ്മൾ ചെയ്യുന്നത്. 2027 ഒരു ജാനുവരി 1 നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലെറ്ററാണ്. അത് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വൈറ്റ് പേപ്പർ ഒരു ബുക്കിൽ നിന്ന് ഡ്രോയിങ് ബുക്കിൽ നിന്ന് കീറെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് നോക്കുന്ന ടൈമിൽ നമുക്ക് ആവശ്യമുള്ള പേപ്പേഴ്സൊന്നും എന്തായാലും കിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഈ ഒരു ബുക്കിൽ നിന്ന് ഇത് കീറേണ്ടി വന്നു. ലെറ്റർ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വാഷി ടേപ്പും സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചിട്ട് എനിക്ക് പറ്റുന്ന പോലെ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ അതിൽ എഴുതി കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ എന്തായാലും തോന്നിയൊരു ഡൗട്ടാണ്, എന്താണ് ഈ ഒരു ലെറ്ററിൽ എഴുതേണ്ടത്. ഞാൻ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മേ ബി നിങ്ങൾക്ക് ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റും. ഞാനിതിൽ എഴുതാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ കറൻറ്റ് ഗോൾസ്, എൻ്റെ കറൻറ്റ് ലൈഫിനെ പറ്റിയിട്ട്, അതുപോലെ ഇപ്പോഴത്തെ എൻ്റെ ഏതൊക്കെ ക്യാരക്ടേഴ്സ് ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു ഹാബിറ്റ് ചേഞ്ച് ചെയ്യണം, ഇതുപോലുള്ള കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം, അങ്ങനെ നമുക്ക് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ എഴുതുന്നുണ്ട്. എന്നിട്ട് നെക്സ്റ്റ് ഇയർ ആകുമ്പോഴത്തേക്കും അതിലേതൊക്കെ ഞാൻ അച്ചീവ് ചെയ്തു എന്നുള്ളത് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി കാണിക്കുന്നുള്ളൂ. എനിക്കിത് കഴിഞ്ഞിട്ട് പേഴ്സണലായിട്ടൊരു ലെറ്റർ എന്തായാലും ചെയ്യണം. അപ്പോൾ അതിൽ ഈ വക കാര്യങ്ങളാണ് ഞാൻ എഴുതുന്നത്. സോ കുറച്ച് പേഴ്സണലായിട്ട് ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ കാണിക്കാത്തത്. ഫസ്റ്റ് പാരഗ്രാഫിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത് ലൈക്ക് എൻ്റെ പേര് എഴുതിയിട്ട് ഒരു ഫോമൽ ലെറ്റർ പോലെ. നമ്മൾ അടുത്ത വർഷം ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളതും ഒരുറപ്പുമില്ല. അപ്പം യു സ്റ്റിൽ അലൈവ് എന്നൊക്കെ ചോദിച്ചിട്ട് വേണമെങ്കിൽ ഒരു ഫണ്ണി എലമെൻ്റൊക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതാം. ജസ്റ്റ് നമ്മളുടെ ലൈഫ് എങ്ങനെ പോകുന്നു, ഇപ്പോഴത്തെ ലൈഫ് എങ്ങനെയുണ്ട്, ആർ യു ഹാപ്പി നൗ, ഹെൽത്തി ആണോ, അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ ഇൻട്രൊഡക്ഷൻ കൊടുത്തത്. എന്നിട്ട് ജസ്റ്റ് എൻ്റെ കറണ്ട് ലൈഫിനെ കുറിച്ചും ഗോൾസിനെ കുറിച്ചൊക്കെ ഉള്ള ഡീറ്റെയിൽസ് ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊരു ലെറ്റർ ഞാൻ എന്തായാലും എഴുതും. സോ വീഡിയോയിൽ ഞാൻ കുറച്ചേ സംഭവങ്ങൾ കാണിക്കുന്നുള്ളൂ. വീഡിയോ പർപ്പസിന് വേണ്ടി മാത്രം എഴുതിയ ലെറ്ററാണിത്. അത് വെച്ചിട്ട് ആരും ജഡ്ജ് ചെയ്യരുത്. ലെറ്റർ എല്ലാം എഴുതി കംപ്ലീറ്റ് ആക്കിയിട്ട് നമ്മൾ ഇത് എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കണം. ലൈക്ക് നമുക്ക് നെക്സ്റ്റ് ഇയർ വരെ ഇത് ഓപ്പൺ ആക്കാൻ പാടില്ല. 2027 ഒരു ജാനുവരി 1 നമ്മളിത് ഓപ്പൺ ആക്കുന്നത്. ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു എൻവലപ്പിൽ ഇത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടായതുകൊണ്ട് എൻവലപ്പ് എടുത്തുന്നേ ഉള്ളൂ. സോ അതിൽ കീപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് എൻവലപ്പിൻ്റെ അകത്ത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ആ ഒരു ഇത് വാഷി ടേപ്പ് യൂസ് ചെയ്തിട്ട് എൻവലപ്പ് ക്ലോസ് ചെയ്ത് കൊടുത്തു. പിന്നെ ഒരാവശ്യം ഉണ്ടായില്ല, കൂടുതൽ ഡെക്കറേഷൻ ഒന്നും ചെയ്യാതിരുന്നാൽ മതിയായിരുന്നു. എന്നാലും ഞാൻ വെറുതെ അതിലൊരു സ്റ്റാമ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി തീരെ ഭംഗിയില്ല എന്ന്. പിന്നെ എന്തായാലും ഒട്ടിച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതെടുത്ത് മാറ്റിയില്ല. കുറച്ചും കൂടി ടൈമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ എൻവലപ്പും കൂടെ ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ കഴിഞ്ഞില്ല. എന്തായാലും അപ്പോൾ നമ്മളുടെ ലെറ്റർ ഇവിടെ സെറ്റായിട്ടുണ്ട്. എ ലെറ്റർ ഫോർ 2027 അത് നമ്മൾ ചെയ്തു. അതിനി നമുക്ക് എവിടെയെങ്കിലും സൂക്ഷിച്ച് എന്തായാലും എടുത്ത് വെക്കണം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഡോണ്ട് ഓപ്പൺ ടിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഡേറ്റ് ഒക്കെ വേണമെങ്കിൽ എഴുതാം. നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് ഞാൻ എൻ്റെ ന്യൂ ഇയറിലേക്ക് പുതിയതായിട്ട് വാങ്ങിച്ച കുറച്ച് നോട്ട്ബുക്സ് ആണ്. മെയിനായിട്ട് എൻ്റെ ജേണൽ ഞാൻ പറഞ്ഞ പോലെ കഴിഞ്ഞു. അപ്പോൾ ജേണലിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ബുക്ക് സെലക്ട് ചെയ്തത്. ഗ്രിഡ് പേജസ് വരുന്നത് ഡോട്ടഡ് ഗ്രിഡാണ്. നല്ല തിക്നെസ് ഉണ്ട്. പിന്നെ ബാക്കിയുള്ള പേർപ്പസിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പ്ലെയിൻ നോട്ട്ബുക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ ഒരു നോട്ട്ബുക്ക് ഞാൻ ലാസ്റ്റ് ടൈം കാലിക്കട്ട് പോയ ടൈമിൽ അവിടുത്തെ ഒരു സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ്. ഇതും ന്യൂ ഇയർ ഒക്കെ ആകുമ്പോൾ നമുക്ക് പുതിയതായിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഈ ഒരു വർഷത്തിൽ എന്തായാലും ബുള്ളറ്റ് ജേണലൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായി. പക്ഷേ ആ പ്ലാൻ മാറ്റി. കാരണം എനിക്കൊരു പ്ലാനർ കിട്ടിയിട്ടുണ്ടായിരുന്നു.
ഇത് ആക്ച്വലി ഫാക്ടർ നോട്ട്സിൻ്റെ 2025 പ്ലാനറാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഫ്രണ്ട് അനീസ, ആൾക്ക് കൊളാബായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്ന പ്ലാനറാണ്. അവൾ ഇതുവരെ ഇത് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഡേറ്റഡ് പ്ലാനർ ആണെങ്കിലും എനിക്ക് പ്ലാനർ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന പർപ്പസ് എന്തായാലും നടക്കും. അതുകൊണ്ട് ആൾ യൂസ് ചെയ്യാത്ത ഈ പ്ലാനർ എനിക്ക് തന്നു. 2026 ആൾക്ക് ന്യൂ പ്ലാനർ ഫാക്ടർ നോട്ട്സിൽ നിന്ന് തന്നെ കൊളാബായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഇങ്ങനെ കുറച്ച് സ്റ്റിക്കേഴ്സ് സംഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ലൈക്ക് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ ഒരു പ്ലാനർ. നെക്സ്റ്റ് ടൈം എന്തായാലും വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്, നെക്സ്റ്റ് ഇയർ ആകുമ്പോഴേക്കും. കാരണം ഇതിൽ നമുക്ക് വേണ്ട എല്ലാ പേജസും ആഡ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് കവർ പേജിൽ നമ്മളുടെ പേര്, ഫോട്ടോ ഒക്കെ ഒട്ടിക്കാനുള്ള ഒരു സെക്ഷൻ ഉണ്ട്. അതുപോലെ നമുക്ക് വിഷൻ ബോർഡ് സ്റ്റിക്ക് ചെയ്യാനുള്ള ഒരു സെക്ഷൻ ഉണ്ട്. എല്ലാ മന്തിലെയും ലൈക്ക് ഓരോ ഡേറ്റിലെ കാര്യങ്ങൾ ആഡ് ചെയ്യാനുള്ള, അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു പ്ലാനറാണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഐ തിങ്ക് അവരുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. സോ ഈ ഒരു പ്ലാനർ ഞാൻ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പ്ലാനർ കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഓരോ മാസത്തെയും കാര്യങ്ങൾ ഇതുപോലെ പ്ലാൻ ചെയ്തിട്ട് ബുള്ളറ്റ് ജേർണൽ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ഇനി പ്ലാനറൊന്നും ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ബുള്ളറ്റ് ജേർണൽ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാൻ റെഡിയാണ്. സോ വേണം എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓരോ മാസവും നമുക്ക് ഓരോ തീമൊക്കെ വെച്ചിട്ട് ബുള്ളറ്റ് ജേർണൽ സെറ്റപ്പ് ചെയ്യാം. സിമ്പിളായിട്ട് ചെയ്യാം. ഒരു നോട്ട്ബുക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും. സോ അത് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പ്ലാനർ വെച്ചിട്ടാണ് ഞാൻ എന്തായാലും എൻ്റെ 2026 പ്ലാൻ ചെയ്യാൻ പോകുന്നത്. സോ ഗിഫ്റ്റായിട്ടാണെങ്കിലും നമുക്കൊരു പ്ലാനർ കിട്ടി. താങ്ക് യു അനീസ. അപ്പോൾ ബുക്സിൻ്റെയൊക്കെ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. ഇനി നമുക്ക് എൻ്റെ ജേർണലും നോട്ട്ബുക്സൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം. അത് ഞാൻ പറഞ്ഞ പോലെ പിൻട്രസ്റ്റിൽ നിന്ന് ഞാനൊരു ഐഡിയ നോക്കിയിട്ടുണ്ടായിരുന്നു. എക്സാക്റ്റ് സെയിം ആണ് ഞാൻ ഈ ഒരു ബുക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഇതുപോലൊരു പിക്ചറിൽ ഞാൻ 2026 എഡിറ്റ് ചെയ്തിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്തു. ഇത് ഞാൻ പിൻട്രസ്റ്റിൽ അമബെല്ലെ എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട്, ഐ മീൻ ചാനൽ ഉണ്ട്, അവർക്ക് യൂട്യൂബ് ചാനലുണ്ട്. അത് നോക്കിയിട്ട് ചെയ്യുന്നതാണ്, എൻ്റെ ഐഡിയ അല്ല. സോ ഞാനത് ഏത് ബുക്കിൻ്റെ കവർ പേജിൽ അത് കൊടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നോക്കുമായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ വൈറ്റ് ആ ഒരു ബുക്ക് എൻ്റെ പേഴ്സണൽ ജേർണലായിട്ട് യൂസ് ചെയ്യാനുള്ളതുകൊണ്ട് അത് തീരെ സിമ്പിളാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ബ്രൗൺ കളർ കാർഡ് സ്റ്റോക്ക് വരുന്ന ആ ഒരു ബുക്കിൽ സ്റ്റിക്ക് ചെയ്യാമെന്നാണ് വിചാരിച്ചേ. ഈ നോട്ട്ബുക്ക് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യണം എന്നുള്ളത് ആക്ച്വലി ഞാൻ ഇതുവരെ ഡിസൈഡ് ചെയ്തിട്ടില്ല. എന്തായാലും ആ ഒരു വൈറ്റ് ഞാൻ എൻ്റെ പേഴ്സണൽ ജേർണലായിട്ട് 2026 ഓരോ മൊമെൻറ്റ്സും ഫോട്ടോസൊക്കെ ഒട്ടിച്ചിട്ട് ജേർണലിങ് ചെയ്യണം എന്നാണ് വിചാരിച്ചത്. പിന്നെ റാൻഡം ജേർണലിംഗ് ആയിട്ടും യൂട്യൂബിലേക്കുള്ള ജേർണലിങ്ങിനൊക്കെ ആയിട്ടും ഒരു ബുക്ക് യൂസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ എൻ്റെ 2026 എൻ്റെ മാക്സിമം മൊമെൻറ്റ്സും മെമ്മറീസും എല്ലാം സേവ് ചെയ്യണം എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അതായത് ഫോണിൽ സേവ് ചെയ്യണം എന്നല്ല, എല്ലാം ജസ്റ്റ് ഒരു എൻ്റെ ജേർണലിലും മറ്റൊക്കെ ആയിട്ട് എല്ലാ മൊമെൻറ്റ്സും സേവ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എൻ്റെ ജേർണൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ എക്സൈറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണിത്. അപ്പോൾ എൻ്റെ മൈ ജേർണൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ്. എല്ലാ തവണയും വരുന്നത് പോലെ തന്നെ ക്യാമറ ഓണാണെന്ന് വിചാരിച്ചിട്ട് ഞാനിത് കുറച്ച് സ്റ്റെപ്പ് ഇതിൽ സ്കിപ്പായി പോയിട്ടുണ്ട്. കാരണം ക്യാമറ ഓഫാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല, കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാകും. ബാക്കി സെക്ഷൻ എല്ലാം ഞാൻ ഷോർട്സിലും അതുപോലെ ഈ ഒരു വീഡിയോയിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ലുക്ക് എന്തായാലും ഷോർട്സിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. എനിക്ക് പേഴ്സണലി നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്ന ഒരു കവർ പേജ് ഐഡിയ ആണ്. എന്തായാലും നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കുക. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത്, ഞാൻ ലാസ്റ്റ് ഇയർ ചെയ്ത എൻ്റെ 2026 ഓപ്പൺ ചെയ്യാനുള്ള ലെറ്റർ എൻ്റെ ജേർണലിൽ നിന്ന് എടുക്കാൻ പോവാണ്. സോ ഇതെൻ്റെ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്ന ജേർണലാണ്. കുറച്ച് പേഴ്സണൽ തിങ്സ് ഉള്ളതുകൊണ്ട് എനിക്ക് ഫ്ലിപ്പ് ത്രൂ കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് എൻ്റെ 2025 സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ചെയ്ത ഒരു പ്രെപ്പിംഗ് കൈൻഡ് ഓഫ് ഒരു ജേർണലിങ്. ഇതിൽ ഞാൻ ഒരു എൻവലപ്പ് സ്റ്റിക്ക് ചെയ്തിട്ട് അതിനകത്ത് എൻ്റെ 2026 ഓപ്പൺ ചെയ്യാനുള്ള ലെറ്റർ വെച്ചിട്ടുണ്ട്. സോ നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. അന്ന് ഞാൻ എന്തൊക്കെ പൊട്ടത്തരമാണ് അതിൽ എഴുതി വെച്ചത് എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും അത് വായിച്ചു നോക്കാൻ ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. അതെന്തായാലും ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നില്ല. ഞാൻ വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സമാധാനമായിട്ടിരുന്നിട്ട് എന്തായാലും വായിച്ച് നോക്കും. പക്ഷേ ആ ടൈമിൽ എനിക്ക് എങ്ങനെ ഈ ഒരു ലെറ്റർ എഴുതണം എന്നൊന്നും വലിയ ഐഡിയ ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ അധികം വലിയ ലെറ്ററൊന്നുമല്ല. ഇനി ഞാൻ നിങ്ങൾക്ക് 2027 ചെയ്ത എൻ്റെ ബുക്സും സംഭവങ്ങളൊക്കെ ജസ്റ്റ് കാണിച്ചു തരാം. ഇത് ടു ഡു ലിസ്റ്റിന് വേണ്ടിയിട്ട് ചെയ്ത ബുക്കാണ്. ഇത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ന്യൂ ഇയറിൽ ഫ്രഷ് ആയിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആൻഡ് നെക്സ്റ്റ് എൻ്റെ പ്ലാനർ. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു പ്ലാനർ ശരിക്കും യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഐ എം സോ ഹാപ്പി. പിന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ ജേർണലാണ്, മൈ ജേർണൽ.
എൻ്റെ 2026 മെമ്മറീസൊക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് 2026 തന്നെ എന്തെങ്കിലും ഒക്കെ ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് ഡെക്കറേറ്റ് ചെയ്ത എൻ്റെ നോട്ട്ബുക്കാണ്. പിന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് 2027 നമുക്ക് ഓപ്പൺ ആക്കാനുള്ള ഒരു ഫ്യൂച്ചർ ലെറ്റർ, ആൻഡ് ഇത് എൻ്റെ 2026 ഓപ്പൺ ആക്കാനുള്ള ലെറ്റർ. അപ്പോൾ മെയിനായിട്ട് ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത ഐറ്റംസൊക്കെ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചതേ ഉള്ളൂ. ഇനി നമുക്ക് മെയിനായിട്ട് ചെയ്യാനുള്ള ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജാറ്. ഈ ജാറിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് നമുക്കൊന്ന് ജസ്റ്റ് സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷനാണ് ഞാൻ കൊടുത്തത്. ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ജാറിൽ ലേബിൾ ചെയ്യാനുള്ള കുറച്ച് പ്രിൻ്റ് ഔട്ട്സൊക്കെ എടുക്കാൻ മിസ്സായിട്ടുണ്ടായിരുന്നു. അത്രയും പ്ലാൻ ചെയ്ത് എടുക്കാനുള്ള എല്ലാ പ്രിൻ്റ് എടുത്തപ്പോഴും ഇതിൻ്റെ കാര്യം ഞാൻ മറന്നുപോയി. അതുപോലെ വീഡിയോയിലും ഇത് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് ഞാൻ മറന്നുപോയിട്ട് അവസാനമാണ് ഈ ഒരു ക്ലിപ്പ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ജസ്റ്റ് ഒരു ചെക്കിൻ്റെ പാറ്റേൺ ഒട്ടിച്ചിട്ട് 1-2 സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു. പിന്നെ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു ലേബൽ കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ 2026 എന്നുള്ള ആ ഒരു ലേബലാണ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ നല്ല മിനിമലായിട്ടാണ് ഈ ഒരു ജാറ് ചെയ്തത്. പിന്നെ നിങ്ങളിത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗ്ലാസ് ബോട്ടിലൊക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിലെ പൊടിയൊക്കെ നന്നായിട്ട് തുടച്ചിട്ട് വേണം സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിക്കാൻ. അതുപോലെ എന്തൊട്ടിക്കുന്നുണ്ടെങ്കിലും ഫെവിക്കോളോ അതുപോലെ എന്തെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നോർമൽ ഗ്ലൂവിൽ ഒട്ടിച്ചാൽ മേ ബി കിട്ടില്ല. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ എൻ്റെ 2026 പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഏത് സംഭവമാണ് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ന്യൂ ഇയർ പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതും കൂടി കമൻറ്റ് ചെയ്യുക. ആൻഡ് എൻ്റെ ഐഡിയാസും കണ്ടൻസും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്